ഞാനൊരു 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിനി. ആ വീഡിയോയിൽ എന്താ ഞാൻ മെയിനായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മുടെ ജനറേഷനിലെ അറ്റൻഷൻ സ്പാൻ. അതായത് നമുക്ക് സ്റ്റേബിളായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവി കാണാൻ പറ്റുന്നില്ല, ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ റീസൺ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ്, ടിക്ടോക്ക് ഷോർട്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ഫുട്ടേജ് സബ്വേ സർഫിൻ്റെ ആയിരുന്നു. അതായത് അത് സ്റ്റേബിളായിട്ടുള്ള ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് അല്ല അതിൽ ഞാൻ യൂസ് ചെയ്തത്. ഒരു ഓടിക്കൊണ്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ, ആ ക്യാരക്ടർ ഓടിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫുട്ടേജ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അതെനിക്കറിയായിരുന്നു, അത് ആൾക്കാരെ പിടിച്ചിരുത്തും എന്നുള്ള രീതിയിൽ എനിക്കറിയായിരുന്നു. ആ വീഡിയോൻ്റെ ഇൻറ്റൻഷൻ തന്നെ അതായിരുന്നു, അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരുന്നു. കമൻസിൽ 1-2 പേര് കറക്റ്റ് അത് മെൻഷൻ ചെയ്ത് മനസ്സിലാക്കി 1-2 പേര് ചോദ്യം ചെയ്തിട്ടുണ്ടായിനി. അത് അങ്ങനത്തെ രീതിയിൽ ഇട്ടായിരുന്നു. അതൊരു എക്സ്പെരിമെൻ്റലായിട്ട് ഞാൻ വെച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നോക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് വർക്കാവുന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ ഈ ഒരു ഫുട്ടേജ് വെച്ചപ്പം, ഈ ഓടുന്ന ഫുട്ടേജ് വെച്ചപ്പം, ഞാൻ വീഡിയോൻ്റെ എൻഡ് ആവുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ആ ഗെയിം ലൂസാവുന്നൊരു ഇത് വെച്ചായിരുന്നു. ഓടി പോയിട്ട് ഇടിച്ചിട്ട് പോലീസ് വന്ന് പിടിക്കുന്ന ഒരു പോർഷൻ വെച്ചായിരുന്നു. അപ്പം ഈ യൂട്യൂബ് അനലിറ്റിക്സ്, ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറിയാം, ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ആൾക്കാർ എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള റിട്ടൻഷൻ, ഐ മീൻ ആ ഒരു സ്പൈക്ക്, എവിടെയാണ് ഏറ്റവും സ്പൈക്ക് വന്നത്, എവിടെയാണ് ഡിപ്പ് വന്നത്, എവിടെയാണ് കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കണ്ടത്, എവിടെയാണ് വീഡിയോ ക്ലോസ് ചെയ്ത് പോയതെന്നുള്ള രീതിയിൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഒരു 2 ദിവസം എടുക്കും ഇതൊന്ന് ആക്യുറേറ്റ് ആയിട്ട് ഏകദേശം ഒരു സെറ്റായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്താ ഇതാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഞാനത് നോക്കി, ഇത് നിങ്ങൾ കാണുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ നോക്കാൻ വേണ്ടി അത് ഇട്ട്. ആ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ ഐ മീൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയായിരുന്നു. എനിക്ക് അതിൻ്റെ പ്രോപ്പർ ഇതൊന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. ഐ മീൻ അങ്ങനെ അത് പുറത്ത് വരണം എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ രീതിയിൽ അറിയില്ല. അത് കാരണം ഞാൻ അതിനെക്കുറിച്ച് അവെയർ ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം വെച്ചപ്പം, ആ വീഡിയോൻ്റെ എൻഡിന് മുന്നേ ആ ഒരു പോർഷൻ വന്നിട്ടുണ്ടല്ലേ, ഞാനത് വന്നിട്ട് ഇന്നലെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർ അനലിറ്റിക്സ് എനിക്ക് കിട്ടിയത്. എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആ പോയിട്ട് അവൻ അവിടെ വീണിട്ട് പോലീസ് പിടിക്കുന്ന സ്ഥലത്ത് ഡിപ്പ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ പേരും വീഡിയോ അവിടെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടത് എൻ്റെ കണ്ടൻറ്റിന് വേണ്ടിയിട്ടല്ല, ആ ഗെയിം പ്ലേ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇതാണ് ആ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ്. നിങ്ങൾ മെയിനായിട്ട് അഡിക്റ്റീവായി ഇരിക്കുന്നത് അങ്ങനത്തെ രീതിയിലുള്ള ഫുട്ടേജിനാണ്. ആ വീഡിയോ കൊണ്ടൊക്കെ ഒരു 90% ആൾക്കാർക്കും അറ്റൻഷൻ സ്പാനിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതാണ് ആ സമയത്ത് വീഡിയോ നിങ്ങൾ ക്ലോസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇതാണ് ഞാൻ അതിലും പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനിത് വിചാരിച്ചത് കുറേ പേര് ഓക്കെ, ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇട്ടിട്ട് ഇതിൽ തന്നെ ഇങ്ങനത്തെ ഫുട്ടേജ് വെക്കുന്നില്ല രീതിയിൽ കുറേ പേര് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 2-3 പേരെ അതിനെക്കുറിച്ച് കമൻസിൽ തന്നെ പറഞ്ഞിട്ടു. അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ച ആ ഫുട്ടേജ് വെച്ചതും കണ്ടൻറ്റിൻ്റെയും ആ ഒരു കാര്യം. ഞാൻ പക്ഷേ എന്നാലും ഇത്രയും പേര് അതിനകത്ത് ഡിപ്പ്, ആ ഒരു ഡിപ്പ് അങ്ങനത്തെ അനലിറ്റിക്സിൽ വരുമെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു നോക്കിയില്ല. ആ ഒരു രീതിയിൽ അത്രയും ആൾക്കാരാണ് ഇത് കാരണം എഫക്റ്റ് ആയിട്ടുള്ളത് ഇപ്പം. സോ എന്നാൽ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, മാക്സിമം ഈ റീൽസ് കാണുന്ന, ഈ ഷോർട്സ് കാണുന്നതിലും കുറക്കുക. ലെങ്ത്തിലെ കണ്ടൻസ് നോക്കാൻ നോക്കുക യൂട്യൂബിൽ. ഈ 10 മിനിറ്റിലെ വീഡിയോ, 20 മിനിറ്റിലെ വീഡിയോ കണ്ട് ശീലിക്കുക. നമ്മൾ പണ്ട് അങ്ങനെ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ടാവും 2018 ഈ ഷോർട്സ് വരുന്നതിന് മുന്നേ. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ടിക്ടോക്ക് ബാൻ ആവുന്നതിന് മുന്നേ വരെ നമ്മൾ ലോങ് ടൈപ്പ് കണ്ടൻ്റ് ആയിരുന്നു കൂടുതൽ എടുക്കുന്നുണ്ടായത്. ഞാനൊന്നും ടിക്ടോക്കിന് നേരെ യൂസ് ചെയ്തിട്ടില്ല, ആ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഫോണിൽ. എനിക്ക് താല്പര്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോം ആയിരുന്നത്. അത് കഴിഞ്ഞ് റീൽസ് വന്ന് അതിനെ റീപ്ലേസ് ചെയ്ത് അതിനെക്കാട്ടിയും വലിയ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് മാറി. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അത് ഭയങ്കര ഒരു ബ്രെയിനിന് ഡാമേജ് ആയിട്ടുള്ള രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വൈപ്പ് ചെയ്ത് അത് യൂട്യൂബ് ഷോർട്സ്, പിന്നെ ടിക്ടോക്ക് നിങ്ങളിപ്പം ഏതെല്ലാം കൺട്രിയിൽ, മോസ്റ്റ്ലി കേരളത്തിൽ നിന്നായിരിക്കും ആൾക്കാർ കാണുന്നത്. സോ പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിക്ടോക്കും അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പം യൂട്യൂബത്തെ ഈ ലോങ് ടൈപ്പ് കണ്ടൻറ്റ് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് പിന്നെയും പഴയതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ്, റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഇല്ലത്. അതേപോലെ റീൽസ് കാണേണ്ട ഒരു ആവശ്യമില്ല. അതിനകത്ത് കണ്ടിട്ടൊന്നുമില്ല, വെറുതെ സമയം പോകുന്നല്ലാണ്ട് അതിനകത്തുനിന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീൽസിന് വരുന്ന വളരെ കുറവാണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരുണ്ട് റീൽസിൽ, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഈ രീതിയിലായിട്ടുണ്ടാവില്ല. നമ്മൾ കൂടുതലും കാണുന്നത് 10-20 മിനിറ്റിലെ മീംസ്, അങ്ങനത്തെ ഷോർട്ട് വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെയിൻ ഇങ്ങനെ മാറുന്നത്. നമ്മളിപ്പോൾ 1 മിനിറ്റിലെ വീഡിയോയിൽ 2 മിനിറ്റിലെ വീഡിയോ, എനിക്ക് തോന്നുന്നു ഇപ്പം മാക്സിമം 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് റീലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും.
3 മിനിറ്റിലെ വീഡിയോ ഒന്നും ആരാ കാണുന്നത്? എനിക്ക് തോന്നുന്നില്ല 3 മിനിറ്റിൽ ഇത് റീല് ഫുള്ളിരുന്ന് ആരെയും കാണുന്നുണ്ടെന്ന്. മാക്സിമം പോയ ഒരു 30 സെക്കൻഡ് ഇരുന്ന് കാണുന്നുണ്ട് നിങ്ങൾ. സ്വൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് കാരണം ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. എന്നെയും ചേർത്തിട്ട് പറയുന്നത് എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഷോർട്സ് കാണാനേ യൂസ് ചെയ്യുന്നില്ലൂ. അല്ലാണ്ട് മെയിൻ വീഡിയോസ് ആ ഒരു 10-20 മിനിറ്റിൽ അരമണിക്കൂറിലെ വീഡിയോസിൽ ആരിരുന്ന് കാണുന്ന ഇപ്പം ഭയങ്കര കുറവാണ് ആൾക്കാർ. വ്യൂസ് കാണുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഷോർട്സ് യൂസ് ചെയ്യുന്നവർക്കും ഈ ലോങ് ടൈപ്പ് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നവർക്കും വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇപ്പം. അതാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ വീഡിയോ ഒന്നും ഞാൻ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പോലെ എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഇപ്പോൾ ഒരു വരിക എന്നുള്ള രീതിയിൽ. പക്ഷെ കറക്റ്റ് ആ പോയിട്ട് ഇടിച്ച് പോലീസ് വന്ന് പിടിക്കുന്ന അവിടെ ഇത്രയും ആൾക്കാർ സ്കിപ്പ് ചെയ്ത് അത് അനലിറ്റിക്സിൽ ഈ ഒരു ഗ്രാഫിൽ ഇങ്ങനെ എഫക്റ്റ് ആവുന്നില്ല. അത്രയും ഒരു എന്താ പറയുക, അത്രയും സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പുറത്തു വരാൻ പറ്റും. ബ്രെയിൻ റോട്ട് എന്നാന്ന് തോന്നുന്നു ആ ഒരു ടേം പറയുക. ഇതിങ്ങനെ പോയി വരുന്നത്. നമുക്ക് മൂവീസ് കാണാൻ പറ്റില്ല. ഇനി ഈ പോക്ക് മൂവീസ് കാണാൻ പറ്റില്ല, ഗെയിംസ് കളിക്കാൻ പറ്റില്ല, നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ. ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ റീലാണ്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടാവും കുറേ എണ്ണം. ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ റീലുണ്ട്. എന്തിനാണ് അതിനും ബെറ്റർ സംസാരിക്കാൻ തന്നാൽ പോരെ, അതിനും ബെറ്റർ ഫോണിൽ നോക്കിയിരുന്നാൽ പോരെ. ബാക്കിയുള്ളവർ സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് സിനിമ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തിയേറ്ററിലിരുന്ന് റീൽ കണ്ടുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം ഞാൻ ഇത്രയും എക്സ്ട്രീമിലെത്തിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി നോക്കുക എല്ലാവരും മാക്സിമം. ഇങ്ങനെ പോയാൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്പോയിലാവും. നമുക്കൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലോട്ടാണ് പോകുന്നത്. സോ നോക്കാം, ഞാനൊന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഒന്ന് റിസർച്ച് ചെയ്ത് ഇതിൻ്റെ ക്യൂർ എന്താണെന്ന രീതിയിൽ അത് അത്രയും റിസർച്ച് ചെയ്ത് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ മെയിനായിട്ടുള്ള ഇഷ്യൂസ് വരുന്ന ഈ 3 പ്ലാറ്റ്ഫോമും നമുക്ക് കുറച്ചാൽ മതി. ലോങ് ടൈപ്പ് കണ്ടൻറ്റ് എടുക്കുക, അങ്ങനത്തെ രീതിയിൽ. ഇപ്പോൾ എഡിറ്റിംഗ് സ്റ്റൈൽ തന്നെ നോക്കിയാൽ ആൾക്കാരെ കണ്ടിരുത്താൻ വേണ്ടിയിട്ട് ഒരു 2018-19 സമയത്തുള്ളതുപോലെയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ പിടിച്ചിരുത്തണമെങ്കിൽ ഞാൻ അന്നിട്ട പോലെ ഓടുന്ന വീഡിയോ വേണം. ഇല്ലെങ്കിൽ കട്ട് ഇപ്പോൾ 5 സെക്കൻഡിന് ഒരു കട്ട് വരണം വീഡിയോയിൽ. കട്ട് വന്ന് ഒരു ഉഷ് സൗണ്ട്, ഈ ടെക്സ്റ്റ് ഇങ്ങനെ ഉഷ് അങ്ങനത്തെ സാധനം വന്നാൽ നിങ്ങിരുന്ന് കാണും. ആ എഡിറ്റിംഗ് സ്റ്റൈൽ ആ രീതിയിലുണ്ടെങ്കിലേ നിങ്ങൾക്കിരുന്ന് കാണാൻ പറ്റും. ഇപ്പം അല്ലാണ്ട് ഒരു നോർമൽ ഒരു ഗെയിം പ്ലേ ബാക്കിലോട്ട് നിന്ന് വോയിസ് ഓവർ ഉണ്ട്, മ്യൂസിക് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇരുന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. ആ കട്ട് പെട്ടെന്ന് എൻഗേജിങ് ആയിട്ടുണ്ടെങ്കിൽ അത് പറ്റും. അത് വീഡിയോ സ്റ്റൈലാണ് നമുക്ക് ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സൈക്കോളജിക്കലൊരു ഇതാണെന്ന് പറയാം, സ്റ്റൈലാണെന്ന് പറയാം. പക്ഷെ അത് മാത്രം ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിന് പോകുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ആ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടുവരണ്ട ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൊന്ന് മെൻഷൻ ചെയ്തേ. ആ വീഡിയോന് കുറേ കമൻറ്റ് വന്നായിരുന്നു. പക്ഷെ അന്നത്തെ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടുവരണ്ടെങ്കിൽ ഒന്ന് ഈ കമൻസിലൊന്ന് മെൻഷൻ ചെയ്ത് ഞാൻ നോക്കട്ടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്. സോ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെല്ലക്കം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വേറെ നല്ല വീഡിയോ കാണുന്ന ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിം നെക്സ്റ്റ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.